ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു മോഫ ടേസ്റ്റ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു ഓറഞ്ച് കേക്കാണ്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിന് ഇവിടെ ഞാൻ അവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മിക്സിയിലാണ് എടുക്കുന്നത്, ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തതാണ്. ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്ത പൊടിയാണത്. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ഇതളിൻ്റെ ഉള്ളിലത്തെ പോർഷൻ, ആ ഭാഗം എടുത്തിട്ട് വൈറ്റ് പോർഷനൊക്കെ കളഞ്ഞിട്ട് ആ ഇല്ലി മാത്രം എടുത്ത് വെച്ചതാണത്, നല്ല ഫ്രഷായിട്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പാലാണത്. പിന്നെ 3 ഓറഞ്ചിൻ്റെ ഫ്രഷായിട്ട് എടുത്ത ജ്യൂസാണ്. അതായത് ഞാൻ ഒരു അരിപ്പയിലോട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തതാണ്, അതിൻ്റെ കുരുവൊന്നും പെടാതെ ഫ്രഷായിട്ട് മിക്സിയിൽ അടിക്കാതെ എടുത്തതാണ്, ഫ്രഷായിട്ട് എടുത്തതാണ് 3 ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസും. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് എടുക്കേണ്ടതുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ഷുഗറും 3 എഗ്ഗും. അതായത് 3 എഗ്ഗ്, 3/4 കപ്പ് ഷുഗർ ഒരു നോർമൽ മധുരത്തിനാണ്, ഓറഞ്ചിൻ്റെ മധുരത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. അപ്പോൾ ഓരോരുത്തർക്കും മധുരം കൂടണം എന്നുണ്ടെങ്കിൽ ഷുഗർ അതിന് കൂട്ടാം. ഇനി മധുരം നന്നായി ആവശ്യമുള്ളവർക്കാണെങ്കിൽ അവർക്ക് നമ്മുടെ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പാണ്, അത് വേണമെങ്കിൽ 1 കപ്പൊക്കെ ആക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ എഗ്ഗും ഓയിലും ഷുഗറും കൂടിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എഗ്ഗ് ഒഴിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ഓയിലും പിന്നെ പഞ്ചസാരയും കൂടിയിട്ട് ഇട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ഒരു ബാറ്റർ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കോഴിമുട്ടയും പഞ്ചസാരയും ഓയിലും കൂടിയുള്ള മിക്സ് റെഡി ആയിരിക്കുന്നു. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് മൈദപ്പൊടിയും ഓറഞ്ച് ജ്യൂസും പാലും കൂടിയിട്ട് കുറേശ്ശെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീരെ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം, അതാണ് അടുത്ത സ്റ്റെപ്പുള്ളത്. ആദ്യം കുറച്ച് മൈദപ്പൊടിയും പാലും ഓറഞ്ച് ജ്യൂസും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ലോലി ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ ആ ഇതള്, ആ പോർഷൻ എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, അതും മിക്സ് ചെയ്യുക കൂടെ. പിന്നെ നട്ട്സ് ആവശ്യമുള്ളവർക്ക് ബദാമും, ഞാനിവിടെ ബദാമും കാഷ്യൂനട്ടും ലാസ്റ്റാണ് ഇടുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇട്ടിട്ട് മിക്സ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല, ഈ മാവിൻ്റെ കൂടെ. ഞാൻ ആ ഓറഞ്ചിൻ്റെ ഇതളിടുന്നത്, ആ പാട്ടിടുന്നത് കാണിക്കാൻ വിട്ടുപോയിരിക്കുന്നു, സോറി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് അത് മിക്സ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഓറഞ്ചും മിൽക്കും, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസും മിൽക്കും മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്യുക, ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യുക, ഒന്നാകെ 4 സൈഡിലും ചെയ്യുന്ന പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി ഞാൻ ഈ ബേക്കിംഗ് ട്രേയിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് എയർ ബബിൾസൊക്കെ കളയുക. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും ബദാമും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അത് ബാറ്ററിൽ മിക്സ് ചെയ്തിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു ഫുൾ ഫ്ലെയിമിലിട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഒരു ബേസ്, എന്തെങ്കിലും ഒരു തട്ട് അതിൻ്റെ താഴെ വെച്ച് കൊടുക്കുക, ഉള്ളിൽ കേക്കിൻ്റെ ട്രേ വെക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ അത് വെച്ചു. എന്നിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നന്നായി ചൂടാവുന്നത് വരെ അത് അടച്ചു വെക്കുക. ഇനി ഞാൻ ഈ ബേക്കിംഗ് ട്രേ പാനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് തീ വളരെ സിമ്മിലാക്കി വെക്കുക. ഞാനിവിടെ ഒരു 40 to 45 മിനിറ്റ്സ് ഒക്കെയാണ് ഏകദേശം എടുത്തിരിക്കുന്നത്. ഇത് ഓരോ സിമ്മിൻ്റെ തീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ബേക്കിംഗ് ടൈം എത്രത്തോളം ഉണ്ടാവുമെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കേക്ക് നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല കളറും നല്ല ഓറഞ്ച് കളർ, ഒരു കളേഴ്സും ആഡ് ചെയ്യാതെ തന്നെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മളെന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കട്ടിംഗ് ബോർഡുമേ വെച്ചിട്ട് ഒന്ന് എടുക്കുകയാണ്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കളർ, തീരെ അടിയിലൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ട്രേമ് ജസ്റ്റ് ഒന്ന് ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോഴും ഓറഞ്ചിൻ്റെ അല്ലി എടുക്കുമ്പോഴും അത് നല്ല ഫ്രഷ് ആയിട്ട് വൈറ്റ് പാർട്ടൊന്നും പെടാതെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് തന്നെ എടുക്കാൻ നോക്കുക. ചിലപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടൊക്കെ ജ്യൂസ് എടുക്കുമ്പോൾ അത് കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ബേക്കിംഗ് ടൈം, അതായത് അത് ഓരോ തീനനുസരിച്ചിരിക്കും, അതുപോലെ തന്നെ പാത്രങ്ങൾക്കനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.